ഇപ്പൊ അതുകൊണ്ട് നല്ല രസം മിണ്ടി പറഞ്ഞൊക്കെ പോകാലോ. എന്തായാലും ഇപ്പൊ ഇൻട്രസ്റ്റ് ആയില്ലേ ചേച്ചി, ഒരാളെ കൂട്ട് കിട്ടിയല്ലേ. നാളെ മുതൽ ഞാന് ഇത് കഴിക്കും രാവിലെ തന്നെ. എന്ത് പാവയ്ക്ക. അതാര് പറഞ്ഞു? പാവയ്ക്ക ജ്യൂസ് കുടിക്കണം എന്ന്. ഞാൻ കൊളസ്ട്രോൾ ഒക്കെ കുറയാനും ഷുഗറൊന്നും വരാതിരിക്കാൻ. ആ മാമൻ ഷുഗറിനല്ലേ? അതായത് പുള്ളി ഡോക്ടറല്ലേ, ഹോമിയോ ഡോക്ടറല്ലേ. എന്തൊക്കെ കാര്യങ്ങളാടി അറിയാവുന്നത്. എനിക്ക് മറ്റേ ഇതൊക്കെ അയച്ചു തരാന്നാ പറഞ്ഞുതരാന്ന്. ഓരോ ദിവസം കഴിക്കേണ്ട മറ്റേ ഡയറ്റിന്റെ പ്ലാൻ അത് അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല പാവം. പക്ഷെ ഉണ്ടല്ലോ പ്രായം തോന്നില്ല. 70 വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ തോന്നൂല. ആണോ? 70 വയസ്സുണ്ട്. നടക്കണം വേണം, നല്ല ചുറുകിലാണ്. ചെറുപ്പം മുതൽ നല്ല കാശുള്ള പാടൊക്കെ ഉള്ള തറവാട്ടിലും ജനിച്ച് നല്ല പോഷകാഹാരമൊക്കെ തിന്ന് പിന്നെ ഡോക്ടറായിട്ട് ഇങ്ങനെ ഇരിക്കില്ലേ, വേറെ ശരീരം നിളകളിലോ. അപ്പൊ നല്ല സൗന്ദര്യവും ശരീരമൊക്കെ ഉണ്ടാവും. ഒന്നുമല്ല, അത് ആ മനുഷ്യൻ അതുപോലെയാണ് ശരീരം നോക്കുന്നത്. അല്ലാതെ അമ്മാവനെ പോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വാഴത്തോട്ടത്തിൽ പോയിട്ട് ചാരി നിൽക്കല്ല. മനസ്സിലായ? ഡോക്ടറാണെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് രാവിലെ നടക്കും, വൈകുന്നേരം നടക്കും. ഞാൻ ഓർക്കാം വൈകുന്നേരം കൂടി പോയാൽ. ഞാൻ ചേച്ചിയോട് ആദ്യം പറഞ്ഞില്ലേ വൈകിട്ട് കൂടെ നടക്കണം. 70 വയസ്സ് വയറിരിക്കണമൊക്കെ. ആ മനുഷ്യന്റെ വയറ് എവിടെയാന്ന് കൂടി അറിയാൻ പറ്റില്ല. 70 വയസ്സ്. ഞാനും 5 കൊല്ലം കഴിഞ്ഞാൽ ചീരകൃഷിയൊക്കെ വിറ്റിട്ട് നടക്കാറുണ്ട്. 5 കൊല്ലം കഴിയുമ്പോൾ 70 വയസ്സാവുണ്ട്. അപ്പോഴത്തേക്ക് അമ്മാവന് നടക്കേണ്ടി വരത്തില്ല. അമ്മാവന് ഇരിപ്പായിരിക്കും, ചിലപ്പോ കിടപ്പുമായിരിക്കും. പറയാൻ പറ്റത്തില്ല. ആ മാമനെ ഞാൻ പരിചയപ്പെടുത്തി തരാം, വാ എന്റെ കൂടെ. തങ്കം, അതൊക്കെ ചിലരുടെ ശരീരപ്രകൃതിയാണ്. ഇപ്പൊ സിനിമയിലെ പ്രേമനസീർ ചുള്ളനായിട്ട് മെലിഞ്ഞിരുന്ന ആളാ, മധുസാറ് തടിച്ചിട്ടിരുന്ന ആളാ. ഇപ്പോഴും നോക്കി നോക്ക്, അതൊന്നും അങ്ങനെയല്ല. ശരീരപ്രകൃതിയിലല്ല ഒരു മനുഷ്യന്റെ ഈ അമ്മാവൻ എന്തൊക്കെ ഫുഡാണ് കഴിക്കണത്. ഈ അമ്മാവൻ വണ്ണം വെച്ച് നമ്മൾ കണ്ടിട്ടില്ല. അമ്മാവന്റെ ശരീരപ്രകൃതി വണ്ണം വെക്കാത്ത, പക്ഷെ വയറെന്തെങ്ങനെ ചാടണം. ഒരു പ്രശ്നം എന്താ അറിയോ? അയാൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിയാത്തവർക്ക് 80-85 വയസ്സ് വരെ യുവത്വം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നവർ. കല്യാണം കഴിച്ച ആണുങ്ങളൊക്കെ പിന്നെ അമ്മാവന് 60-65 കിട്ടിയത്. അതിന്റെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ നല്ല ചുള്ളനായിരുന്നില്ലേടി? എനിക്കറിയില്ല. പണ്ട് കഴിഞ്ഞ പോലെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ അമ്മായി എന്തും കണ്ടിട്ടാന്ന്. ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അമ്മാരെ ഇഷ്ടമുണ്ടെങ്കിൽ അമ്മാവൻ നടക്കുക, അത്രേ ഉള്ളൂ. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതുകൊണ്ടാണ്. ഞാന് കാലിന്റെ മുട്ടിനൊരു വേറൊരു കാര്യമുണ്ട്. അമ്മാവനെ ആ മാമനെയും കൂടി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അമ്മാവൻ പുള്ളിയുടെ ചേട്ടനാന്ന് തോന്നും. അമ്മാവൻ ചേട്ടനാന്ന് തോന്നും പുള്ളിയുടെ. എന്തായാലും അങ്ങനെ ഒരാളുണ്ടായത് നന്നായി. കണക്ക് ധൈര്യമായിട്ട് നടക്കാലോ. എനിക്ക് അയാളെ ഒരു ദിവസം പരിചയപ്പെടണം. പിന്നെ എന്റെ ഈ മുട്ടുവേദനയൊക്കെ മാറിക്കഴിഞ്ഞാലേ ഹോമിയോ ഡോക്ടർ എന്നല്ലേ പറഞ്ഞു. മൂപ്പരെ കണ്ടിട്ട് ഞാനും നടക്കാൻ കൂടാ. പിന്നെ അയാള് പറയുന്നത് കേട്ടിട്ട് ആദ്യം മടി മാറ്റണം മനുഷ്യൻ. മടി കേട്ടോ. എനിക്കെന്തായാലും ഇപ്പൊ ഭയങ്കര സംതൃപ്തിയാ. നന്നായി. എന്നാലും കൂട്ടുന്ന ഒരാളായാലോ. നീ മുടങ്ങാതെ നടന്നോളല്ലോ. മെലിഞ്ഞിട്ടും ഉണ്ട് ചേച്ചി. ഒരു മനുഷ്യൻ ശരി ഒന്ന് ഒതുങ്ങി. ശരി.